ഇപ്പൊ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റി, ഒരു സംശയം വേണ്ട. ഇവിടെ വിഴിഞ്ഞത്തൊരാൾ, മുതലപ്പുഴയിൽ ഒരാൾ, നീണ്ടകരയിൽ ഒരാൾ, 3 പേരെ കാണാനില്ല. അല്ല, 3 പേരെ കാണാനില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ? എവിടെയാണ്? അതായത് 2 ഡോണിയർ വിമാനങ്ങൾ, ഒരു ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, മറൈൻ ബോട്ട്, ഇപ്പൊ നേവിയുടെ ബോട്ട് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിംഗ് സംവിധാനം. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്ടിലെ കുളച്ചലിലും പോയി കൂടി ആ പരിശോധന നടത്തി. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറേ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. 3 പേര്. പക്ഷേ ഇത്രയും ആളുകളെ കാണാതെ പോയിട്ട് ഇതുപോലെ തെരച്ചിൽ ഇന്നും തെരച്ചിൽ നടത്താണ്. ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും ബന്ധപ്പെട്ടു, ഇന്നും രാവിലെയും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയെന്നറിയാം? 148. 148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. അപ്പൊ അത് അല്ല, ഞാൻ പറഞ്ഞാണ് 148 പേര് പോയിട്ടുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ കാണാതെ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും പരമാവധി ദിവസം അവർക്ക് അന്വേഷിക്കും. ഇത്രയും ഒരു സംവിധാനം വെച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടലിൽ കാണാതെ പോയ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടില്ല. അതുപോലെ തെരച്ചിൽ നടത്തിയാണ് പരമാവധി ശ്രമിക്കുക. അവരെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത്. ആ കുടുംബത്തിന്റെ സങ്കടം ഈ ഗവൺമെന്റ് കാണാതെ പോകില്ല.